Welcome to Arcade Stories. താളം ഭാഗം 78. അടുക്കളയിൽ നിന്നുള്ള തട്ടുമുട്ടും കേട്ടാണ് രാവിലെ റോസ് ഉറക്കത്തിൽ നിന്നും കണ്ണുകൾ തുറന്നത്. പാതിരാത്രി എപ്പോഴോ ഉറക്കത്തിലേക്ക് വഴുതി വീഴുന്ന നേരത്ത് വലയം ചെയ്തിരുന്ന കൈകളും അതിന്റെ ഉടമയും ഇപ്പോൾ അടുത്തില്ലെന്നറിഞ്ഞ് അവൾ പിടഞ്ഞെഴുന്നേറ്റു. ശരീരവും മനസ്സും അനുഭവിച്ച ആ മനോഹര നിമിഷങ്ങളുടെ അവശേഷിപ്പ് ഒരു ചെറു നോവായി ശരീരത്തിൽ എവിടെയൊക്കെയോ ഉണ്ട്. ആ ഓർമ്മകൾ ഉണർത്തിയ ലാസ്യഭാവത്തോടെ മുടി വാരി കെട്ടിക്കൊണ്ട് എഴുന്നേറ്റ അവളുടെ ചുണ്ടിലേക്ക് ഒരു മൂളിപ്പാട്ട് ഓടിയെത്തി. ബാത്റൂമിൽ കയറി പല്ലൊക്കെ തേച്ച് ഫ്രഷായി അടുക്കളയിലേക്ക് എത്തിയപ്പോ അവിടെ ഒരുത്തൻ ബനിയനും വിട്ട് മുണ്ടൊക്കെ മടക്കി കുത്തി നിന്ന് ദോശ ചുടുന്ന തിരക്കിലായിരുന്നു. കാൽപെരുമാറ്റം കേട്ട് അവൻ തിരിഞ്ഞു നോക്കും മുന്നേ പിന്നിലൂടെ എത്തി അവളുടെ കൈകൾ അവനെ വട്ടം ചുറ്റിയിരുന്നു. ആഹാ, എഴുന്നേറ്റോ റോസമ്മോ? നല്ല ആളാ. എഴുന്നേറ്റപ്പോ എന്നെ കൂടെ വിളിക്കായിരുന്നില്ലേ? അവൾ അവന്റെ തോളിന് താഴെ കയ്യിൽ പതുക്കെ ഒന്ന് കടിച്ചു. കയ്യിലിരുന്ന ചട്ടകം പാനിലേക്ക് വെച്ചിട്ട് അവൻ തിരിഞ്ഞവളെ പൊക്കിയെടുത്ത് സ്ലാബിലേക്ക് ഇരുത്തി. ഞാൻ നോക്കിയപ്പോ കൊച്ചു കിടന്ന് നല്ല ഉറക്കം, അതാ വിളിക്കാഞ്ഞേ. അവൾ കൈ എത്തിച്ച് ചുട്ടുവെച്ചിരിക്കുന്ന ദോശയിൽ നിന്നും അല്പം കീറിയെടുത്ത് വായിലേക്ക് വെച്ചു. ഡേ കൊച്ചെ, നീ എഴുന്നേറ്റപടിയാണോ അതോ ബ്രഷ് വലുതും ചെയ്തായിരുന്നോ? ഓ, അവൾ മുഖം വീർപ്പിച്ചു. ഞാൻ ബ്രഷ് ചെയ്തിട്ടാ വന്നേ. എവിടെ നോക്കട്ടെ. പറയലും ഇരു കൈകൾ കൊണ്ടും തലയുടെ പിന്നിൽ പിടിച്ച് അവളെ തന്നിലേക്ക് അടുപ്പിച്ചിട്ട് അവൻ അവളെ ചുംബിച്ചു. ശരിയാ, പല്ലൊക്കെ തേച്ചിട്ടുണ്ട്. അല്പനേരം ചുംബിച്ചിട്ട് അവളിൽ നിന്നും അകന്നു മാറുമ്പോ അവൾ ആ സ്ലാബിൽ ഇരുന്നും കൊണ്ട് അവനെ കണ്ണും മിഴിച്ചു നോക്കി. അവളുടെ ആ ഇരിപ്പ് കണ്ട് അവനിൽ ചിരി പൊട്ടി. എന്ത് മനുഷ്യ, നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ പെരുമാറാൻ അറിയോ? തറവാട്ടിലേക്ക് ഒരു കുഞ്ഞിക്കാല് കൊടുത്തേക്കാന്നുള്ള നിന്റെ നേർച്ച എത്രയും പെട്ടെന്ന് സാധിക്കണ്ടേ? അതിനാന്നോ? ദോശയിൽ നിന്നും അടുത്തൊരു പീസ് അടർത്തിയെടുത്തുകൊണ്ട് അവൾ ചോദിച്ചു. അതെ. എന്നാ ഒന്നി ദോശയൊക്കെ കുറച്ച് കൂടുതൽ കഴിച്ചോ? കയ്യിലിരുന്ന ദോശ അവന്റെ വായിലേക്ക് വെച്ചു കൊടുത്തുകൊണ്ട് അവൾ പറഞ്ഞു. ആരോഗ്യമൊക്കെ ഇങ്ങ് പോരട്ടെ, അധ്വാനിക്കാനുള്ളതല്ലേ. ഡീ, അവൻ ചട്ടകം ഉയർത്തിയപ്പോ അവൾ സ്ലാബിൽ നിന്നും ചിരിച്ചുകൊണ്ട് ചാടി ഇറങ്ങി. സേതേട്ടാ, ദേവിയേച്ചിയും കുഞ്ഞും ഇന്ന് തറവാട്ടിലേക്ക് വരുമെന്നല്ലേ പറഞ്ഞേ? ചായ കുടിച്ചു കഴിഞ്ഞ് തറവാട്ടിലേക്ക് തിരികെ പോകാനുള്ള തയ്യാറെടുപ്പിനിടയിലായിരുന്നു റോസിന്റെ ചോദ്യം. അതെ, ഇന്ന് രാവിലെ തന്നെ ഡിസ്ചാർജ് ചെയ്യുന്ന രമേശൻ പറഞ്ഞത്. വിവാഹം കഴിഞ്ഞിട്ട് വൃശ്ചികേന്റെക്കും ഇങ്ങോട്ട് വന്നിട്ടില്ലല്ലോ, അവരും ഇന്നെത്തും. ആന്നോ? റോസിന്റെ മുഖത്ത് സന്തോഷം തിളങ്ങി. ഇടി കള്ളി, എന്നിട്ട് അവളിത് എന്നോട് പറഞ്ഞില്ലല്ലോ. അതിന് മറുപടി കിട്ടാതെ വന്നപ്പോ റോസ് തിരിഞ്ഞു നോക്കി. വസ്ത്രം മാറുകയായിരുന്ന അവളുടെ അങ്കലാവണ്യത്തിൽ മിഴികൾ ഉടക്കി നിൽക്കുകയായിരുന്നു സേതു. അവൾ പുരികങ്ങൾ ഉയർത്തി അവനെ നോക്കി. അല്ല, നീ പറഞ്ഞ നേർച്ചയുടെ കാര്യത്തെക്കുറിച്ച് ഒന്ന് ആലോചിക്കുകയായിരുന്നു. സീതേട്ടാ, വേണ്ട. നേർച്ചയുടെ കാര്യമൊക്കെ നമുക്കിനി വീട്ടിൽ ചെന്നിട്ട് ആലോചിക്കാം. ഏയ്, നേർച്ചയൊക്കെ അങ്ങനെ വെച്ച് താമസിപ്പിക്കാൻ പാടില്ല പെണ്ണേ, ദൈവകോ ഉണ്ടാകും. പറഞ്ഞു തീരും മുന്നേ അവൻ അവളെ കൈകളിലേക്ക് എടുത്തുയർത്തി കഴിഞ്ഞിരുന്നു. ടോപ്പിനുള്ളിലേക്ക് നുഴഞ്ഞു കയറിയ കൈകൾ ഇക്കിളി പടർത്തുമ്പോ ഉടഞ്ഞിട്ടതുപോലെ അവൾ അവന്റെ കൈകളിൽ കിടന്ന് ചിരിച്ചു. കാലത്തെ ഡിസ്ചാർജ് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും ഹോസ്പിറ്റലിലെ ബില്ലെല്ലാം അടച്ച് രമേശൻ ദേവിയെയും കുഞ്ഞിനെയും കൂട്ടി അമ്മയോടൊപ്പം ഭാര്യയിടത്തേക്ക് എത്തിയപ്പോഴേക്കും ഉച്ച കഴിഞ്ഞിരുന്നു. ദേവിയെയും കുഞ്ഞിനെയും ആരതി ഒഴിഞ്ഞിട്ടാണ് ചെറിയമ്മായി തറവാട്ടിലേക്ക് കയറ്റിയത്. അകത്തേക്ക് കയറിയതും കുഞ്ഞിനെ റോസ് കൈക്കലാക്കി. വല്യമ്മയുടെ രച്ചിക്കുട്ടിയെ. കുഞ്ഞിനെ കളിപ്പിച്ചും കൊണ്ട് എല്ലാവരോടുമൊപ്പം അകത്തേക്ക് കയറാൻ തുടങ്ങുമ്പോഴാണ് മുറ്റത്തേക്ക് അടുത്ത കാർ വന്ന് നിന്നത്. കാറിൽ നിന്നും ചാടി ഇറങ്ങുന്ന വൃശ്ചിയെ കണ്ടതും റോസിന്റെ മുഖം വിടർന്നു. രഘു കാറിൽ നിന്നും ഇറങ്ങുമ്പോഴേക്കും കുഞ്ഞിനെയും കൊണ്ട് നിൽക്കുന്ന റോസിന്റെ അടുത്തേക്ക് വൃശ്ചിക ഓടിപ്പാഞ്ഞ് എത്തിക്കഴിഞ്ഞിരുന്നു. ഈ ഏട്ടത്തി ഇങ്ങടുത്താ. അവൾ കുഞ്ഞിന് വേണ്ടി കൈ നീട്ടി. നീ ആദ്യം അകത്തേക്കൊന്ന് കയറി ആ ഡ്രസ്സൊക്കെ ഒന്ന് മാറെന്റെ വൃശ്ചിയെ, എന്നിട്ടാവാ കുഞ്ഞിനെടുക്കുന്നേ. അമ്മ പറഞ്ഞപ്പോ അവൾ ചിണുങ്ങിക്കൊണ്ട് കുഞ്ഞിന്റെ കവളിലൊന്ന് തോണ്ടി. സേതുവും രമേശനും താഴേക്ക് ഇറങ്ങി രഘുവിന്റെ അടുത്തേക്ക് ചെന്നു. കാറിന്റെ ഡിക്കിയിൽ നിന്നും പെട്ടികൾ എടുക്കുകയായിരുന്നു അവൻ.
അർജുനും പുതുപ്പെണ്ണും ഇല്ലേ ചെറിയമ്മായി? അകത്തേക്ക് കയറുന്നതിനിടയിൽ രഘു ചോദിച്ചു. ഇല്ല മോനെ, അവളുടെ ആങ്ങളെ ചെക്കനെ ഒരു പെണ്ണ് കാണാൻ വേണ്ടി രണ്ടുപേരും കൂടി അവളുടെ വീട് വരെ ഒന്ന് പോയേക്കുവാ. അവനുള്ള മറുപടി കൊടുത്തിട്ട് ചെറിയമ്മായി ബാക്കിയുള്ള പെണ്ണുങ്ങൾക്കൊപ്പം അകത്തേക്ക് നടന്നപ്പോ രഘു സേതുവിനും രമേശിനുമൊപ്പം വരാന്തയിൽ ചെറിയമ്മാവന്റെ അടുത്തേക്ക് ഇരുന്നു. എന്താ ഐഡിയേട്ടത്തി, നീ സേതുവേട്ടനായിട്ട് സെറ്റായോ? വല്യമ്മയും ചെറിയമ്മായിയും കൂടി ദേവിയെയും കൂട്ടി വേദു പിടിക്കാൻ ഒരുക്കിയിരിക്കുന്നതെല്ലാം കാണിച്ചു കൊടുക്കാൻ പോയപ്പോഴായിരുന്നു വൃശ്ചികയുടെ ചോദ്യം. കുഞ്ഞിനെ മടിയിൽ കിടത്തി കാലിളക്കിക്കൊണ്ട് റോസ് വൃശ്ചികയെ നോക്കി ചുണ്ടിന്റെ കോണുയർത്തി ഒന്ന് പുഞ്ചിരിച്ചു. അപ്പോ നീ എന്റെ ഏട്ടനെ ഇത്ര പെട്ടെന്ന് വീഴ്ത്തിയോ? ആ പാവ യാമി എത്ര കൊല്ലം ശ്രമിച്ചതാ. യാമി അല്ല മോളെ ഈ റോസ്. കുറച്ച് ദിവസങ്ങളായി ഞാൻ ചൂണ്ടയിട്ടിട്ട് ഇന്നലെ അവസരം കിട്ടിയപ്പോഴേ ആഞ്ഞൊന്ന് വലിച്ചു. ദേഹ കിടക്കണ് നിന്റെ ആ വീർപ്പിച്ച് പിടിച്ചോണ്ട് നടന്നിരുന്ന ഏട്ടൻ എന്റെ മടിയിൽ. മിക്കവാറും അടുത്തതിന്റെ പിന്നത്തെ ഉത്സവത്തിനെ എന്റെ മടിയിലും കാണും മോളെ ഇതുപോലത്തെ ഒരു ട്രോഫി. കുഞ്ഞിനെ കൊഞ്ചിച്ചുകൊണ്ട് അവൾ ചോദിച്ചു. ഇല്ലേടി കുഞ്ഞിക്കാന്തേരി? കുഞ്ഞ് അവ്യക്തമായ സ്വരത്തിൽ എന്തൊക്കെയോ ശബ്ദമുണ്ടാക്കി. അതെ, ആഞ്ഞൊന്ന് ശ്രമിച്ച ആ ഉത്സവത്തിന് കൊച്ചൊന്ന് നിന്റെ കയ്യിലും ഇരിക്കും. ഏയ്, വൃശ്ചിക വിലങ്ങനെ തലയാട്ടി. 2 കൊല്ലം കഴിഞ്ഞ് മതി കുട്ടികളെന്ന ഞങ്ങളുടെ തീരുമാനം. ആരുടെ തീരുമാനം? റോസ് പുരികങ്ങൾ ചുളുക്കി അവളെ നോക്കി. എന്റെ. എന്നിട്ട് രഘുവേട്ട സമ്മതിച്ചോ? സമ്മതിപ്പിച്ചോ മോളെ. വിവാഹ ജീവിതം കുറിച്ചൊന്ന് ആസ്വദിച്ചിട്ട് പോരിടി കുട്ടികള്. ഐഡിയ ഒക്കെ കൊള്ളാം, പക്ഷെ നിന്റെ ഏട്ടന്റെ കാര്യത്തിലേ അത് അത്രയ്ക്ക് അങ്ങോട്ട് ശരിയാകത്തില്ല. അങ്ങേർക്ക് എപ്പോഴും ആ പഴയ ബോംബെയിലേക്ക് ഒരു ചെറിയ ചായവുണ്ട്. ഒരു കൊച്ചിനെ കൂടി എത്രയും പെട്ടെന്ന് കയ്യിലേക്ക് കൊടുത്താലേ അങ്ങനെ പൂർണ്ണമായിട്ടും വരുതിയിലാക്കാൻ സാധിക്കൂ. ഈ എടി ഭയങ്കരി. വൃശ്ചിക മൂക്കത്ത് വിരൽ വെച്ച് റോസിനെ നോക്കിയപ്പോ അവൾ തിരികെ കണ്ണിറുക്കി കാട്ടി. അതിരിക്കട്ടെ, ഈ ഫാമിലി പ്ലാനിങ്ങിനെ നിങ്ങൾ ഏത് മാർക്കാ സ്വീകരിച്ചേ? നിസ്സാരം. തിരുവനന്തപുരത്തേക്ക് ടിക്കറ്റ് എടുക്കും, എന്നിട്ട് കൊല്ലത്തിറങ്ങും. താൻ പറഞ്ഞതിന്റെ അർത്ഥം അവൾക്ക് മനസ്സിലായോ എന്നറിയാൻ വൃശ്ചിക റോസിനെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. ആ പഷ്ട്, രഘുവേട്ടനല്ലേ ആള്. അങ്ങേര് തിരുവനന്തപുരത്തേക്ക് ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. തിരുവനന്തപുരത്ത് തന്നെ ഇറങ്ങും മോളെ. നിന്റെ കാര്യം ഗോപി. അപ്പൊ നിനക്ക് കാര്യം മനസ്സിലായോ? പിന്നെ മനസ്സിലാവാതെ ഞാനെന്താ പൊട്ടിയോ? ഇടീത് അങ്ങേര് പറഞ്ഞപ്പോ എനിക്ക് ആദ്യം മനസ്സിലായില്ലടി, പിന്നെയല്ലേ സംഗതി കത്തിയത്. റോസ് അവളെ നോക്കി പുച്ഛിച്ചു. നീയൊക്കെ വെറും ശിശുക്കളല്ലേടി. ഇനിയും ഇതുപോലെ എന്തെങ്കിലും സംശയങ്ങളുണ്ട് എന്നോട് ചോദിച്ചാ മതി, ഞാൻ പറഞ്ഞു തരാം. വൃശ്ചിക കളിയാക്കിക്കൊണ്ട് തലകുലുക്കി. അങ്ങേര് പറ്റിക്കോടി. അവൾ ആശങ്കയോടെ റോസിനെ നോക്കുന്ന സമയത്താണ് അകത്തെ മുറിയിൽ ഫോൺ ബെല്ലടിക്കുന്ന ശബ്ദം കേട്ടത്. വൃശ്ചിക എഴുന്നേറ്റ് ചെന്നപ്പോഴേക്കും അകത്തേക്ക് കയറി വന്ന സേതു ഫോൺ എടുത്തു കഴിഞ്ഞിരുന്നു. ഫോണിൽ അല്പനേരം സംസാരിച്ച അവൻ ആഹ്ലാദത്തോടെ ശബ്ദം ഉയർത്തുന്നത് കേട്ട് എല്ലാവരും ഹാളിലേക്ക് എത്തി. എന്താടാ സേതുട്ടാ? അടുത്തേക്ക് ചെന്ന ചെറിയമ്മായി ചോദിച്ചു. അച്ഛനാ വിളിച്ചത്. ഫോൺ വെച്ചിട്ട് തിരിഞ്ഞ സേതു സന്തോഷത്തോടെ പറഞ്ഞു. അവിടെ വെച്ചേ വില്ലിച്ചനെ കണ്ടെത്തിയെന്ന്. ആൾ ഇത്ര നാളും സുവർണക്ഷേത്രത്തിലോ മറ്റോ ആയിരുന്നത്രേ. കഴിഞ്ഞ മാസമാ കാശിയിലേക്ക് എത്തിയത്. അച്ഛൻ ഇനി 1 മാസം കൂടി വില്ലിച്ചനോടൊപ്പം അവിടെ തങ്ങിയിട്ട് രണ്ടാളും കൂടി ഓണത്തിന് മുന്നേ ഇങ്ങോട്ടേക്ക് എത്തുമെന്ന്. എന്താ ഈ കേക്കുന്നേ? കുഞ്ഞ് കയറി വന്നത് സന്തോഷവും കൊണ്ടാന്നല്ലോ എന്റെ തേവരെ. സന്തോഷത്തോടെ കരഞ്ഞും കൊണ്ട് ചെറിയമ്മായി റോസിന്റെ മടിയിൽ നിന്നും കുഞ്ഞിനെ എടുത്ത് ഉമ്മ വെച്ചപ്പോ കൗമുദി വല്യമ്മ ഭിത്തിയിൽ ചാരി നിന്ന് കരച്ചിലായിരുന്നു. ആ സമയം എല്ലാ മുഖങ്ങളിലും സന്തോഷം നിറഞ്ഞു നിന്നു. അലക്കി വെച്ച കിടക്കവരികളും തലയണവറുകളുമായി മുറിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി വരുന്ന സേതുവിനെ കണ്ടുകൊണ്ടാണ് അന്ന് രാത്രി റോസ് വീടിനകത്തേക്ക് കയറി വന്നത്. ഇതൊക്കെ എങ്ങോട്ട് കൊണ്ടുപോകുന്നു? ചോദ്യത്തോടൊപ്പം അവൾ പുരികങ്ങൾ ഉയർത്തി സേതുവിനെ നോക്കി. ആഹാ, എത്തിയോ? ഞാൻ കരുതി ഇന്നത്തെ ഉറക്കവും നിന്റെ വീട്ടിൽ തന്നെ ആവൂന്ന്. അവൻ പറഞ്ഞത് ശ്രദ്ധിക്കാതെ അവൾ അടുത്തേക്ക് ചെന്നു. പറയ സേതുട്ടാ, ഇതൊക്കെ കൊണ്ട് എങ്ങോട്ടാ പോകുന്നേന്ന്? അതോ, നമ്മളെ ഇനി തൊട്ട് മുകളിലാ കിടക്കുന്നേ. അവൾ നെറ്റി ചൊളിച്ചു. ഈ മുറിയിൽ ഞാൻ കഴിഞ്ഞത് മുഴുവൻ ലക്ഷ്യയുടെ ഓർമ്മകളുമായിട്ടാ. ഇനി അത് വേണ്ട. പുതിയ ജീവിതം നമുക്ക് പുതിയ മുറിയിൽ നിന്നും തുടങ്ങാമെന്ന് കരുതി. ഉള്ളിലെ സന്തോഷം മറച്ചു പിടിച്ചുകൊണ്ട് അവൾ നിസ്സംഗത ഭാവിച്ചു. ഓ, അതിന്റെ ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. എങ്ങനെ? എവിടെ? കൊച്ചിന്റെ മുഖമൊന്ന് കാണട്ടെ. കയ്യിലിരുന്ന വിരിപ്പുകൾ ഒതുക്കി പിടിച്ച് അവൻ അവളുടെ താടി പിടിച്ചുയർത്തി. കണ്ണുകളിൽ ഒളിപ്പിച്ചു വെച്ച കുറുമ്പ് അവൻ കണ്ടുപിടിച്ചതിന്റെ കാപട്യത്തോടെ അവൾ ചുണ്ടു കടിച്ചു ചിരിച്ചു. ഐ, എന്താ പെണ്ണിന്റെ ചിരി! കുശുമ്പിപ്പാറു. അവൾ മുഖം ചുളിച്ച് അവന്റെ കയ്യിൽ പിച്ചി.
പിന്നെ എനിക്ക് കുശമ്പൊന്നുമില്ല. ഉവ്വ, അതെനിക്കറിയാലോ. തൽക്കാലം നീ ആ പുതപ്പുകൾ കൂടി ഇങ്ങെടുത്തോ. കേൾക്കേണ്ട താമസം മുറിക്കകത്തേക്ക് ചാടിക്കയറി അവൾ കട്ടിലിൽ മടക്കി വെച്ചിരുന്ന പുതപ്പുകളും എടുത്ത് തോളിലേക്കിട്ട് അവന് പിന്നാലെ മുകളിലേക്കുള്ള പടികൾ കയറി. കുഞ്ഞുറങ്ങിയായിരുന്നോടാ? പടികൾ കയറുന്നതിനിടയിൽ സേതു ചോദിച്ചു. എന്ത് കുറുമ്പാന്നോ സേതുവേട്ട അവക്ക്? നിലത്ത് കിടത്തിയ അപ്പോ കരയും. ഏത് സമയം എടുത്തോണ്ട് നടക്കണം. ഞാനും ഋഷിയും തമ്മിൽ മത്സരമായിരുന്നത് കൊണ്ട് കുഴപ്പമില്ല. ഒറ്റക്കായിരുന്നേ ദേവിയെടുത്ത് വിഷമിച്ചേനെ. എന്തായാലും അവൾ തറവാട്ടിലേക്ക് വന്ന് കയറിയപ്പോ തന്നെ നല്ലൊരു വർത്തമാനം കേട്ടില്ലേ? അവൾ ഒരു ഐശ്വര്യം തന്നെയാ. മുകളിലത്തെ മുറി തുറക്കുന്നതിനിടയിൽ സേതു പറഞ്ഞത് കേട്ട് റോസ് തലകുലുക്കി. ശരിയാ, വല്യമ്മയുടെ മുഖം ഇന്നാ ഒന്ന് തെളിഞ്ഞു കാണുന്നേ. ഇനി ആ ഉപകാരത്തിന്റെ കൂടി ഒന്ന് നേരെ ആയാ മതിയായിരുന്നു. പ്രജിത്തിനെ അവൾ വിളിച്ചത് കേട്ട് സേതു ചിരിച്ചു. നിനക്കവനോടുള്ള ദേഷ്യമൊക്കെ മാറിയോ? ഞാനെന്തിനാ അങ്ങേരോട് ദേഷ്യം വെച്ചോണ്ടിരിക്കുന്നേ? അങ്ങേര് കാരണമല്ലേ എനിക്ക് ഇതുപോലൊരു ചുന്ദര കുട്ടപ്പനെ കിട്ടിയേ. പറഞ്ഞതിനൊപ്പം അവൾ സേതുവിന്റെ കവളിൽ പിടിച്ചൊന്ന് കൊഞ്ചിച്ചു. ഉവ്വ ഉവ്വ. എന്തേ മനുഷ്യ, പറഞ്ഞത് വിശ്വാസമായില്ലേ? അവൾ മുഖം കൂർപ്പിച്ചു നോക്കി. വിശ്വസിച്ചു പൊന്നെ, ഈ വിരിപ്പൊന്ന് പിടിച്ചേ. ആ സേതുവേട്ടാ. കിടക്ക് വിരി പിടിച്ചിടുന്നതിനിടയിൽ അവൾ പറഞ്ഞു. നിങ്ങളുടെ പെങ്ങൾക്ക് ഉടനെയൊന്നും പിള്ളേര് വേണ്ടെന്നതായിരുന്നു ആഗ്രഹം. പക്ഷെ ഇന്ന് മുഴുവൻ രച്ചിക്കുട്ടി എടുത്തോണ്ട് നടന്നപ്പോ പെണ്ണിന്റെ ആഗ്രഹം മാറി. എത്രയും പെട്ടെന്നൊരു കൊച്ചിനെ വേണമെന്നും പറഞ്ഞ് അവള് രഘുവേട്ടന്റെ മുറിയിലേക്ക് പോയിട്ടുണ്ട്. എന്താകും എന്തോ. അവളുടെ ആ പറച്ചിലും ഭാവവും കണ്ട് സേതു അടക്കി പിടിച്ച് ചിരിച്ചു. നിങ്ങൾ ചിരിക്കണ്ട മനുഷ്യ. അവളേക്കാൾ മുന്നേ ഒരെണ്ണത്തിന് ഒപ്പിക്കാൻ പറ്റുമെന്നാ ഞാൻ നോക്കുന്നേ. എത്ര ശ്രമിച്ചാലും ചുരുങ്ങിയതൊരു 10 മാസമെങ്കിലും കഴിയാതെ പറ്റില്ല എന്റെ റോസാക്കുട്ടിയെ. കട്ടിലേക്ക് കയറിയിരുന്നിട്ട് കൈകൾ വിടർത്തി പിടിച്ചുകൊണ്ട് അവൻ വിളിച്ചു, വാ. വിടർത്തി പിടിച്ച കൈകൾക്കുള്ളിലേക്ക് കയറിയ അവൾ അവന്റെ വിടർന്ന നെഞ്ചിൽ കവിളമർത്തി ചാഞ്ഞു കിടന്നു. അവളുടെ നെറ്റിയിൽ ചുണ്ടുകൾ അമർത്തിക്കൊണ്ട് അവൻ ചോദിച്ചു, കുഞ്ഞുങ്ങൾ നിനക്ക് ഇത്രയ്ക്ക് ഇഷ്ടമാണോടി പെണ്ണെ? തല ഉലുക്കിക്കൊണ്ട് അവൾ മുഖമുയർത്തി. എത്ര കുട്ടികൾ വേണമെന്നാ നിന്റെ ആഗ്രഹം? അവന്റെ കണ്ണുകൾക്ക് മുന്നിൽ അവൾ കൈവിരലുകൾ ഓരോന്നായി നിവർത്തി. അവൻ എണ്ണി. 1, 2, 3, 4, 5. 5 കുട്ടികളോ? അവൾ തലകുലുക്കി. നീ ഇതൊരു മത്സരോട്ടെടുക്കാനുള്ള പരിപാടിയാണോ? ഇത്രയും സ്വത്തൊക്കെ ആയില്ലേ മനുഷ്യ, ഇനി അതൊക്കെ അനുഭവിക്കാനുള്ള ആൾക്കാർ വേണ്ടേ? ഓ അങ്ങനെ. അവന്റെ നെഞ്ചിലേക്ക് ചാരി അല്പനേരം നിശബ്ദയായി കിടന്നതിന് ശേഷം അവൾ പറഞ്ഞു, ഓർക്കാപ്പുറത്താ വിധി എന്നെ അനാഥയാക്കി. ആദ്യം അപ്പച്ചൻ, പിന്നെ ഒടുവിൽ അമ്മച്ചിയും. ജീവിതത്തിൽ ഒറ്റക്കായി പോകുന്നത് വല്ലാത്തൊരു വേദനയാ സേതുവേട്ടാ. അവൻ അവളെ തന്നിലേക്ക് ഒന്നുകൂടി ചേർത്ത് പുണർന്നു. അതിന് നീ ഇപ്പോ ഒറ്റക്കല്ലല്ലോ മോളെ, ഞാനില്ലേ? അതിനുള്ള മറുപടി എന്നോണം അവൾ മുഖമുയർത്തി അവന്റെ കഴുത്തിൽ ഉമ്മ വെച്ചു. അറിയാം, എനിക്കിപ്പോ സേതുവേട്ടനുണ്ട്. ഇനി നമുക്ക് നമ്മുടേതായ കുഞ്ഞുങ്ങൾ വേണം. ഒരു വലിയ കുടുംബം. അവര് വീട്ടുമുറ്റത്ത് ഓടി കളിക്കുന്നത് എനിക്ക് കാണണം സേതുവേട്ട. ഉത്സവം വരുമ്പോ പണ്ട് അപ്പച്ചനും അമ്മച്ചിയും എന്നെ കൊണ്ടുപോയിരുന്നത് പോലെ നമുക്ക് നമ്മുടെ പിള്ളേരെയും കൊണ്ട് ആ ഉത്സവ പറമ്പ് മൊത്തം കറങ്ങണം. അവർക്ക് വേണ്ടതൊക്കെ വാങ്ങിക്കൊടുക്കണം. കൊയ്ത്ത് വരുമ്പോ ആ പാടത്ത് പോയിരിക്കണം. ഇടയ്ക്കൊക്കെ അമ്പലക്കുളത്തിൽ പോയി മീനുകൾക്ക് തീറ്റ കൊടുക്കണം. അങ്ങനെ സന്തോഷിച്ച് എനിക്കെന്റെ സേതുവേട്ടനോടും പിള്ളേരോടും ഒപ്പം ഒരുപാട് കാലം ജീവിക്കണം. അവൻ വീണ്ടും അവളുടെ നെറുകയിൽ ഉമ്മവെച്ചു. മുഖമുയർത്തിയിട്ട് അവൾ തന്റെ നെറ്റി തൊട്ടുകാട്ടിക്കൊണ്ട് പറഞ്ഞു, ഇവിടെ. അവന്റെ ചുണ്ടുകൾ അവളുടെ നെറ്റിയിലേക്കും താഴ്ന്നു. ഇനി ഇവിടെ. അവൾ തന്റെ 2 കണ്ണുകളിലും തൊട്ടുകാട്ടി. കണ്ണുകളിൽ പതിഞ്ഞ ചുംബനങ്ങൾക്ക് പിന്നാലെ അവൾ തന്റെ ഇടത്തെ കവിളും പിന്നീട് വലത്തെ കവിളും അവന്റെ നേർക്കുയർത്തി. ആ കവിളുകളിലും ഉമ്മ വെച്ചിട്ട് അവൻ ചോദ്യഭാവത്തിൽ മിഴികൾ ഉയർത്തി. അവളുടെ കൈവിരൽ സ്വന്തം ചുണ്ടുകളിൽ ഇഴഞ്ഞപ്പോ ആ കൈവിരലിനെയും ചേർത്തുകൊണ്ട് ആ ചുണ്ടുകളിലേക്ക് അവന്റെ ചുണ്ടുകൾ അമർന്നു. കുറുകിക്കൊണ്ട് അവൾ ആ ചുംബനം ഏറ്റുവാങ്ങി. അവളുടെ കൈകൾ അവനെ തന്നിലേക്ക് കൂടുതലായി വലിച്ചു ചേർത്തു. ദീർഘനേരത്തെ ചുംബനത്തിനൊടുവിൽ മുഖമുയർത്തിയ അവൻ അവളുടെ മൂക്കിൻ തുമ്പത്ത് വേദനിപ്പിക്കാതെ ഒന്ന് കടിച്ചു. നിന്റെ മൂക്കിൻ തുമ്പെന്താ പെണ്ണിങ്ങനെ തണുത്തിരിക്കുന്നേ? ആന്നോ? അവൾ കണ്ണുകൾ തുറന്ന് അവനെ നോക്കി. കവിളുകൾക്കും ചുണ്ടിനും ഒക്കെ ഇളം ചൂട്, പക്ഷെ മൂക്കിൻ തുമ്പ് മാത്രം തണുത്തിരിക്കുന്നു. മറുപടി പറയാതെ അവൾ മൂക്കിൻ തുമ്പ് ഒരിക്കൽ കൂടി അവന്റെ ചുണ്ടുകളിൽ മുട്ടിച്ചു. അവൻ ആ മൂക്കിൻ തുമ്പ് ചുണ്ടുകൾക്കിടയിലാക്കി മെല്ലെ ഒന്ന് വലിച്ചു. അറിയാതൊന്ന് പിടഞ്ഞ അവൾ മുഖം താഴ്ത്തി അവന്റെ കഴുത്തിൽ പല്ലുകൾ കോർത്തു. അവൻ അവളെ കൈകൾ കൊണ്ട് പൊതിഞ്ഞ് മടിയിലേക്ക് കയറ്റിയിരുത്തി.
ദാഹിക്കുന്ന ചുണ്ടുകൾ വിടർത്തിക്കൊണ്ട് അവൾ മുഖം താഴ്ത്തി. അവന്റെ കൈകൾ അവളുടെ മാംസളമായ ഇടുപ്പിൽ അമർന്നപ്പോ അവൾ വില്ലുപോലെ വളഞ്ഞുകൊണ്ട് അവന്റെ ചുണ്ടിലേക്ക് ചുണ്ടമർത്തി. ആ ചുണ്ടുകളെ നുകർന്നും കൊണ്ട് അവൻ അവളെ തന്നിലേക്ക് വരിഞ്ഞു മുറുക്കി. അവളൊരു കാറ്റായി അവനിലേക്ക് പടർന്നു കയറി. ആ കാറ്റിനെ തന്നിലേക്ക് ആവാഹിച്ച് ഒരു മേഘമായി മാറിയവൻ. കാറ്റും മേഘവും പരസ്പരം പുണർന്നും പടർന്നും ഒന്നായി. ഒടുവിൽ ആ മേഘം അവളിലേക്ക് പെയ്തിറങ്ങി. ആ പെയ്ത്തിൽ നനഞ്ഞു കുതിർന്ന് ഒരു മുല്ലവള്ളി പോലെ ഒടുവിൽ അവൾ അവന്റെ കൈകൾക്കുള്ളിൽ കുഴഞ്ഞു കിടന്നു. ചുംബിച്ചു കുതിതീരാതെ അവന്റെ ചുണ്ടുകൾ അപ്പോഴും അവളുടെ മുഖത്ത് ഇഴയുകയായിരുന്നു. സേതുട്ടാ. രതിയുടെ ആലസ്യത്തിന്റെ ചെറുമയക്കത്തിൽ നെഞ്ചിൽ നിന്നും മുഖമുയർത്തി അവൾ വിളിച്ചപ്പോ അടഞ്ഞിരുന്ന കണ്ണുകൾ തുറന്നുകൊണ്ട് അവൻ വിളി കേട്ടു. നമുക്കേ പാടത്തുള്ള ആ കാവൽ മാടത്തില് ഒന്ന് പോയിരിക്കാം. ഈ രാത്രിയിലോ? എന്റെ പണ്ട് തൊട്ടുള്ള ഒരു ആഗ്രഹം ഒരു രാത്രി അവിടെ ചിലവഴിക്കണമെന്ന്. സേതു ചിരിച്ചു. കൊള്ളാലോടി കൊണ്ട് നിന്റെ ആഗ്രഹം. കളിയാക്കുന്നു ദുഷ്ട. അവൾ മുഖം കൂർപ്പിച്ച് പരിഭവിച്ചു. കളിയാക്കിയതല്ല കുഞ്ഞേ, വാ. അവൻ മുണ്ടു വാരിച്ചുറ്റിക്കൊണ്ട് എഴുന്നേറ്റതും അവളും ഉത്സാഹത്തോടെ അഴിഞ്ഞുകിടന്നിരുന്ന വസ്ത്രങ്ങൾക്കായി പരതി. തുടരും. താളം അടുത്ത ഭാഗം ഉടൻ പ്രതീക്ഷിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കഥയ്ക്ക് അഭിപ്രായങ്ങളും ലൈക്കുകളും ഹൈപ്പും ഒക്കെ നൽകുന്നതിനോടൊപ്പം തന്നെ കഥയുടെ ലിങ്ക് കഴിയുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തുകൂടി കൊടുത്തേക്കണേ. താങ്ക്